ഫോട്ടോഗ്രാഫിൽ ഇന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളാണ് വികസന കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നത്. എയിംസും ബേപ്പൂർ തുറമുഖത്തിന്റെ രണ്ടാംഘട്ട വികസനവുമാണ് ലക്ഷ്യമെന്ന് UDF സ്ഥാനാർത്ഥി MK രാഘവൻ പറഞ്ഞു. തീരമേഖലയിലും മലയോര മേഖലയിലും വികസനമെത്തിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി എളമരം കരീം പറഞ്ഞു. വാണിജ്യ വ്യവസായ മേഖലയ്ക്കാണ് NDA സ്ഥാനാർത്ഥി MD രമേശ് ഊന്നൽ നൽകുന്നത്. ഇനി എയിംസ് കോഴിക്കോട് സ്ഥാപിക്കുക, അതാണ് ലക്ഷ്യം. അതുപോലെ ബേപ്പൂർ പോർട്ട് അത് ഉയർത്തപ്പെടുക, കൂടുതൽ ട്രെയിനുകൾ കോഴിക്കോട് നിന്ന് ആരംഭിക്കുക, ബാംഗ്ലൂരിലേക്ക് കൂടുതൽ IT കമ്പനികൾ സ്ഥാപിക്കുക, ഇതെല്ലാമാണ് അടുത്ത ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഒരു ശക്തമായ മുന്നേറ്റം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. കരിപ്പൂർ എയർപോർട്ടിന് ഡൊമസ്റ്റിക് കണക്ടിവിറ്റി, കൂടുതൽ IT കമ്പനികൾ വരണമെങ്കിൽ ഡൊമസ്റ്റിക് കണക്ടിവിറ്റി അനിവാര്യമാണ്. കോഴിക്കോട് എയർപോർട്ടിന് വികസനം ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും നമ്മുടെ റെയിൽവേ വികസനം, എയിംസ് കേരളത്തിന് സ്ഥാപിക്കാൻ കേന്ദ്രത്തെ കൊണ്ട് അനുവദിപ്പിക്കൽ, വിമാനത്താവളത്തിൻ്റെ ഇന്നത്തെ ശോചനീയാവസ്ഥ പരിഹരിക്കൽ, അതുപോലെ ബേപ്പൂർ തുറമുഖത്തിൻ്റെ വികസനം, കേന്ദ്ര പദ്ധതികൾ, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റോയാണ് ഞങ്ങൾ തയ്യാറാക്കി. പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് വികസന പദ്ധതികൾക്ക് രൂപം നൽകണം. ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കോഴിക്കോട്ട് സ്ഥാപിക്കാൻ കേരള ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുയോജ്യമായ സ്ഥലം കണ്ടെത്തണം, അതിന് തുടക്കം കുറിക്കണം. കോഴിക്കോട്ടിൻ്റെ വ്യാപാരം, വ്യവസായം, വാണിജ്യം, കൃഷി, അതുപോലെ തന്നെ തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം, ഇങ്ങനെയെല്ലാം ഉണ്ട്. കോഴിക്കോട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കോഴിക്കോട് ദീർഘകാലമായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു ബേപ്പൂർ തുറമുഖത്തെയും ബാംഗ്ലൂർ IT നഗരത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കോറിഡോർ വേണമെന്നുള്ളത് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. അതിലൂടെ നമ്മൾക്ക് കോഴിക്കോടിനെയും ബേപ്പൂരിനെയും ലോകശ്രദ്ധ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും.